share my message. I just wanted to thank everybody. എല്ലാവരോടും ഞങ്ങൾ ഒത്തിരി താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ട്. കാരനും മമ്മിയും സേഫ് ആയിട്ട് ഫിലിപ്പീൻസിലെത്തി. അപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. 20th അതായത് വെനസ്ഡേ രാവിലെ ഞാനും തിരിച്ചു പോവുകയായിരിക്കും. അപ്പം അതിന്റെ ജേർണി മർസീസിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ആനറ്റും ജെറിയും ജേരഡും അവരും സേഫ് ആയിട്ടെത്തി. ജിജി ആന്റിയും വർഗീസ് അങ്കിളും ജീനയും അവിടെ സേഫ് ആയിട്ടെത്തി. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. ഞാൻ പോയി കഴിയുമ്പോൾ മമ്മി ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ I know all of you are here, so she's not alone at all. But you do keep us also in prayers, and maybe God willing, we will come as soon as possible. So before we go into the message, I want to share a story. Now, this story, it's placed in not 2022. This is placed in the year 3500. ഈ കഥ നടക്കുന്നത് 2022 500 I have to translate for myself also. Okay, so Feba is not here. Feba Wilson is now going to semester 3. ഫേബ ഇപ്പോൾ അടുത്ത 3ാം സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്. She's studying in KMEA. KMEA-ലാണ് പഠിക്കുന്നത്. For computer science engineering. Computer science engineering ആണ് പഠിക്കുന്നത്. So Wilson uncle began to think, and Wilson uncle was wondering, it's a very tough field, it's competitive field. How do Feba cope up with the competition around? Wilson uncle ചിന്തിക്കുന്നുണ്ടാവും, വളരെ പാടുള്ള ഒരു മേഖലയാണ്, എങ്ങനെയാണ് അതിൽ ഉയർച്ച പ്രാപിക്കുക, എങ്ങനെയാണ് അതിൽ വിജയിച്ചു വരിക എന്ന് ആഗ്രഹപ്പെടുന്നുണ്ടാവും. Now, as year goes by, we all technologically advance. This is now a computer. Who would have thought a computer would be this small? വർഷങ്ങൾ കടന്നുവരും ടെക്നോളജി അത് വളർന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ വളരെ ചെറുതായി കയ്യിലൊരു പിടിക്കാനുള്ള അവസ്ഥയായി. Now in the 3500, we can even buy brains from the store. 3500 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തലച്ചോറ് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കുമായിരിക്കും. Famous people or successful people in life, we can go to the store and say, I want this brain, we can buy it. വളരെ ഉന്നതമായതും വളരെ വിജയകരമായി ജീവൻ നയിച്ചവരുടെ ബ്രെയിൻ വേണമെങ്കിൽ നമുക്ക് പോയി വാങ്ങിക്കാം. So Wilson uncle finds a store like that. Wilson uncle അങ്ങനെ ഒരു കടയിൽ പോയി. And it's a 3-story building, so he walks in. 3 നിലയുള്ള ഒരു കെട്ടിടമാണ്, അതിൽ പ്രവേശിച്ചു. So the sales lady greeted him and told him that we have brains of very successful people, famous people in the store, and they are expensive, they are not cheap. അവിടുത്തെ ആൾക്കാർ എന്നിട്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് വളരെ ഉന്നതരായും വളരെ വലിയ വലിയ ആൾക്കാരും വളരെ വിജയകരമായി ജീവിതം നയിച്ച ആൾക്കാരുടെയൊക്കെ ബ്രെയിനുകളുണ്ട്, അതിന്റെ വിലയും പറഞ്ഞു. So then he said, my daughter is going into semester 3 of computer science. It's a very competitive field. I want something in that field, something related to engineering. അപ്പോൾ സഹോദരൻ പറഞ്ഞു, എന്റെ മകൾ 3ാം സെമസ്റ്റർ കമ്പ്യൂട്ടറിലാണ് പോകുന്നത്, ആ മേഖലയിലേക്കുള്ള ഒരു ബ്രെയിൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. So then they showed him the ground floor, and they said all the brains here cost $2 million. അപ്പോൾ ആദ്യത്തെ നില കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ തലച്ചോറിനും $2 million ആവും എന്ന് പറഞ്ഞു. So he pointed at one bottle, and then the bottle was very beautiful, and there's a brain inside. It's a very beautiful brain. So he said, what is the specialty of this brain? വളരെ മനോഹരമായ ഒരു പത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു തലച്ചോറിനുണ്ട്. ചോദിച്ചു, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. So he said, the sales lady said, this belongs to a very famous business woman called Siddhi Ranjit. അപ്പോൾ അവിടുത്തെ സെയിൽസ് ലേഡി പറഞ്ഞു, ഇത് വളരെ പ്രശസ്തിയായ ബിസിനസ് ലേഡിയായ സിജി രഞ്ജിത്തിന്റെ ആണെന്ന് പറഞ്ഞു. She is an interior designer and she has business all over Kerala, and she has more than 200 employees working with her. So Wilson uncle was like, oh wow, so interior designer, so this is engineering. അപ്പോൾ സെയിൽസ് ലേഡി പറഞ്ഞു, ഇത് ഒരു ഇന്റീരിയർ ഡിസൈനറിന്റെയാണ്, 200ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന വളരെ വലിയ പ്രശസ്തമായ ഒരു ഇന്റീരിയർ ഡിസൈനറിന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ വിൽസൺ അങ്കിൾ പറഞ്ഞു, ഓക്കെ, അത് വളരെ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലാണല്ലോ എന്ന് ചിന്തിച്ചു. So then he said, so this is a person who has 200 employees, this is 2 million, so what is the ones above? അപ്പോൾ വിൽസൺ അങ്കിൾ പറഞ്ഞു, ഇത് 200 എംപ്ലോയീസ് ഉള്ള ഒരാളുടെ ബ്രെയിനാണ്, അപ്പൊ ഇതിന്റെ മുകളിലുള്ള നിലകളിലൊക്കെ ഏത് തരത്തിലായിരിക്കും എന്ന് ചിന്തിച്ചു. So then they said, the higher you go, the more expensive the brains become. അവര് പറഞ്ഞു, മുകളിലേക്ക് പോകുന്തോറും അതിന്റെ വില കൂടി വരുന്നു. So out of curiosity he wanted to see the floor above, so he went upstairs. അപ്പോൾ
അത് ആഗ്രഹം ഉണ്ടായിട്ട് മുകളിലേക്ക് ഉള്ള കാണാൻ ആഗ്രഹിച്ച് പോയി കണ്ടു. So he saw another bottle and then he pointed at the bottle and asked, what is the specialty of this bottle? മറ്റൊരു പാത്രം കണ്ടു. അപ്പോൾ അത് ചോദിച്ചു, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. So then the sales lady said, this belongs to senior deputy general manager of KMRL, who goes by the name of Jayananda Somasundara. അപ്പോൾ ആ ലേഡി പറഞ്ഞു, ഇത് ജയനന്ദ സോമസുന്ദര എന്ന സീനിയർ ഡെപ്യൂട്ടി മാനേജർ ഓഫ് മെട്രോയുടെ ആണെന്ന് പറഞ്ഞു. This person was also working for Delhi Metro and now he's working for Kochi Metro. He's very successful and this price comes at $10 million. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഡൽഹി മെട്രോയിലും വർക്ക് ചെയ്താണ്, പിന്നെ കൊച്ചി മെട്രോയിലും വർക്ക് ചെയ്താണ്, വളരെ പ്രശസ്തനായ ഒരാളാണ്, ഇതിന്റെ വില $10 million ആണ്. And this person is also responsible for all the gates of Kochi Metro, ticketing, everything he's responsible. So if you look at this one, this is engineering and also a bit of advanced engineering, it's a bit of computer science also. അപ്പോൾ ഈ വ്യക്തി മെട്രോയുടെ ഗേറ്റ്സ് മറ്റു ടിക്കറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് മാത്രമല്ല, അത് വളരെ ആധുനികമായ എഞ്ചിനീയറിംഗിനോടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. So then he said, wow, so what is the floor above? അപ്പോൾ ഭയങ്കര തന്നെ. അപ്പോൾ അതിന്റെ മുകളിലുള്ള നിലയിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു. So he went upstairs and he just saw one bottle. There is no other bottle, just one bottle. ഏറ്റവും മുകളിൽ പോയപ്പോൾ ഒറ്റൊരു പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So then he asked, who does this belong to? ചോദിച്ചു, ഇത് ആരുടെയാണെന്ന് ചോദിച്ചു. And what does it cost? അതിന്റെ വില എന്താണെന്ന് ചോദിച്ചു. So then the sales lady said, this costs $50 million. ആ ലേഡി പറഞ്ഞു, ഇതിന് $50 million ആണ് വില. And this belongs to Alfredus Verghese. ഇത് ആൽഫ്രഡസ് വർഗീസിന്റെ ആണെന്ന് പറഞ്ഞു. So then he said, oh wow, so then this guy must be very successful. അപ്പോൾ പറഞ്ഞു, ആണോ, അപ്പൊ ഇത് ഈ വ്യക്തി വളരെ വിജയകരമായി ജീവിച്ച ആളായിരിക്കുന്നു. No, this brain is not used, that's why it's more expensive. അപ്പോൾ പറഞ്ഞ, അല്ല, ഇത് ഒട്ടും ഉപയോഗിക്കാത്തൊരു തലച്ചോറാണ്, അതാണ് ഇതിന് ഇത്ര വില എന്ന് പറഞ്ഞു. So anyway, going into the topic, now my point is sometimes we are like that, we don't use our brain. So let us try to use our brains and focus on the good word of God. ചിലപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ നമ്മുടെ തലച്ചോർ ഉപയോഗിക്കുകയില്ല. അങ്ങനെയാണ് വിഷയത്തിലേക്ക് കടക്കാം. Okay, now today we are going to look at a book. Before we look at the book, I have a question to the kids. Which is the book in the Bible that does not mention God but mentions India? നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ പൈതങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ കുറിച്ച് പരാമർശിക്കാത്ത എന്നാൽ ഇന്ത്യയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകം ഏതാണ് ബൈബിളിൽ? Esther, exactly. എസ്തർ, ശരിയാണ്. So let us read from Esther chapter 8 verses 15 to 17. നമുക്ക് എസ്തർ 8-ന്റെ 15 മുതൽ 18 വരെ വാക്യം വായിക്കാം. 17 വരെ വായിക്കാം. വലിയ പൊൻകിരീടവും കൊണ്ടുള്ള രക്താന്തരവും ധരിച്ച് രാജസന്നിധിയിൽ വന്നിട്ട് ചൂഷണം സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായിരുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരുള്ള പേടി ദേശത്തെ ജാതികളിൽ വീഴുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. Thank you. Let's also read Esther 10 and verse 3, the last verse of Esther. അതിന്റെ തന്നെ എസ്തറിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ അവസാനത്തെ 3-ാം വാക്യം. യഹൂദനായ മോർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. Thank you. So in the book of Esther, we see that there is hope amidst hopelessness. ഇവിടെ എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് ആശയില്ലാത്തൊരവസ്ഥയിൽ ഉള്ളൊരു ആശയം നമുക്ക് കാണാൻ സാധിക്കും. Okay, now as it was mentioned earlier, and as I also shared, I am flying back on 20th of April. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏപ്രിൽ 20-ാം തീയതി തിരിച്ചു പോവുകയാണ്. So yesterday after the youth meeting, I was discussing with Anand Uncle. ഇന്നലെ യൂത്തിന് ശേഷം ആനന്ദങ്ങളോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. I was telling him how stressful it is to go back and start looking for a house and find apartment, move things and so on and so forth. ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു വീട് കണ്ടുപിടിക്കുകയും സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുകയും ചെയ്യുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം പറയുകയായിരുന്നു. And he said something very, very profound. He said, it is not difficult. You just don't know the address where you will live. God already has planned a house for you. അപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, അത് നിനക്ക് കണ്ടുപിടിക്കാൻ പാടില്ല, പക്ഷേ ദൈവം ഓൾറെഡി അതിനുവേണ്ടിയുള്ള ഒരു അഡ്രസ് ഉണ്ടെന്ന് പറഞ്ഞു. So that is the same thing. And what he said, it kind of made me feel, oh yeah, that's true, because God already has planned. Everything happens through the plan of God.
അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. അപ്പോൾ ഞാൻ അവനെ ചിന്തിച്ചു, കാരണം ദൈവം എല്ലാം പദ്ധതിയായിട്ട് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. The only thing is we don't know, he hasn't revealed it to us, and he will reveal it at the right time. എന്നാൽ അത് നമ്മളെ കാണിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ തക്ക സമയത്ത് ദൈവം നമ്മളത് കാണിക്കും. There is a similar story here in this book. അതിനോട് വളരെ ബന്ധപ്പെട്ട സമാനമായ ഒരു കഥയാണ് ഇവിടെ നാം വായിക്കുന്നത്. Here we see in the first chapter of Esther, the king Ahasuerus, he throws a big party, he throws a banquet. ഈ എസ്തറിന്റെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആശ്വര്യ വലിയൊരു വിരുന്നൊരുക്കി. And along with it, his queen at that time, Queen Vashti, also throws a big banquet for the women. അപ്പൊ അതിന്റെ കൂടെ തന്നെ തന്റെ രാജ്ഞിയായ വസ്തി രാജ്ഞിയും വലിയൊരു വിരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കി. And then the king wants to show off his wife, so he invites her into his party. അപ്പോൾ രാജാവിനെ തന്റെ രാജ്ഞിയെ, ഭാര്യയെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചു. And the queen rejected this offer. അപ്പോൾ രാജ്ഞി അത് നിഷേധിച്ചു. Now let's just stop there. Let's just think about how difficult that would have been for the king. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം, രാജാവിന് ആ കാര്യം എത്ര ബുദ്ധിമുട്ടായിരിക്കും. Because he felt insulted in front of his audience. അപ്പോൾ രാജാവിന് തന്റെ മുമ്പിലുള്ള ആൾക്കാരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട പോലെ ആയിപ്പോയി. Okay, why do you think the queen did that? Did she think she was above the king, or did she feel like, no, I don't want to go? ആ രാജ്ഞി അത് എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അത് ഒന്നെങ്കിൽ അത് രാജാവിന് മേൾ താനാണെന്ന് ചിന്തിച്ചുകൊണ്ടാണോ, അതോ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണോ? Now, if we start dwelling on that, we will have hours together to speak on that. But moving forward, that was God's plan. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതേ സമയം എടുക്കും. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. And as a result, Esther comes as the new queen. അതിന്റെ ഫലമായി എസ്തർ പുതിയ രാജ്ഞിയായി വന്നു. So we read in Esther 2 and verse 17, the king loved Esther more than all the women, and she found favor and kindness with him. നാം എസ്തർ 2:17 വായിക്കുന്നു, രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, അവളുടെ സകല കന്യമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. Yeah, see, and she takes the place of Queen Vashti. How, if you think about it, she's a nobody. She's not somebody special coming from a big lineage. അപ്പോൾ എസ്തർ വസ്തി രാജ്ഞിയുടെ സ്ഥാനം എടുത്തു. അപ്പോൾ നാം നോക്കുമ്പോൾ വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. വലിയ കുടുംബമോ ഒന്നുമില്ല. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നത്. And moving forward, we also see how Haman wants to harm the Jews. അപ്പോൾ മുമ്പിലേക്ക് പോകുമ്പോൾ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നാം കാണുന്നു. He brings up a plot. അദ്ദേഹം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ ക്രമീകരിച്ചു. Now, on a side note, this harming of Jews didn't start today. It's been there for a very long time. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ യഹൂദന്മാർക്കെതിരെയുള്ള അക്രമങ്ങൾ വളരെ മുമ്പ് തന്നെ, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. So Haman wants to harm the Jews, and then he starts out with devising a plan, and he puts it in a very strategical way, and he presents it to the king. അപ്പോൾ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി മുഴുവൻ തയ്യാറാക്കി അത് വളരെ തന്ത്രപരമായി രാജാവിനോട് അറിയിക്കുകയും എല്ലാം ചെയ്തു. Now, Esther comes to know about this plan. അപ്പോൾ എസ്തർ ഈ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി. Now, I want us to put ourselves in the shoes of Esther. If we are the queen of a foreign country, and suddenly we hear that the king, along with somebody else, wants to kill our people, how would we react? അപ്പോൾ എസ്തറിന്റെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ നാം ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു രാജ്ഞിയാണ്. അപ്പോൾ അവിടുത്തെ രാജാവും വേറൊരാളും കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെ നശിപ്പിക്കാൻ പോകുന്ന നാം അറിയുമ്പോൾ നാം എന്ത് ചെയ്യും? Would we just say, I might lose my head, I might lose my position, I might lose everything I have, so let me just mind my business, let them die, whatever, I don't care. അപ്പോൾ ഞാൻ എങ്ങനെ ചിന്തിക്കാം, ഞാനത് മൈൻഡ് ചെയ്യണ്ട, അത് അല്ലെങ്കിൽ എന്റെ പദവി പോവും, എന്റെ എല്ലാം നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്ത് നിൽക്കാം. But here Esther puts herself in risk. എന്നാൽ ഇവിടെ നാം കാണുന്നത് എസ്തർ തന്നെ ആ ഒരു പ്രശ്നത്തിലാക്കി. But then she gets backup support. She doesn't go alone. She asks Mordecai and the rest of the Jews to fast and pray. അപ്പോൾ എസ്തർ ഒറ്റയ്ക്കല്ല അത് എതിർത്തത്, തന്റെ കൂടെ മൊർദെഖായും മറ്റ് യഹൂദന്മാരോടും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു. So because of that, she goes forward and she gets done what she wanted or what God wanted. എസ്തർ അതുമായി മുമ്പോട്ട് പോയി ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്തിക്കാൻ സാധിച്ചു. Now the point here is sometimes we will feel that we are alone, but we are not alone. There were people behind her to pray, to fast, to support her.
ഇത് തന്നെയാണ് നമുക്ക് ചിന്തിക്കും. കാരണം എസ്തർ ഒറ്റയ്ക്കല്ലായിരുന്നു, തന്റെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം ആൾക്കാരുണ്ടായിരുന്നു. So when we go through different walks of life, we don't have to feel that we are alone. നാം പല പല ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട. See, in this day and age, since we have very good technology, one phone call you can pass a message to everybody. ഇന്നത്തെ ഈ ആധുനികമായ ടെക്നോളജിയുടെ സഹായത്താൽ നമുക്ക് ഒരു ഫോൺ കോളിൽ നമുക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം. Back in the day, she couldn't do a phone call; she had to send somebody to pass the message. എന്നാൽ അന്നത്തെ കാലത്ത് എസ്തറിന് അങ്ങനെ സാധിക്കില്ലായിരുന്നു. ഒരാളെ വിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. And she did not send anybody; she sent her main assistant. You know how much is risking, because this is the known face she's sending to pass the message to Mordecai. എസ്തർ വേറെ ആരെയുമല്ല, തന്റെ ദാസനെ, തന്റെ പ്രധാനമായ ദാസനെ തന്നെയാണ് വിട്ടത്. അപ്പോൾ ഈ ദാസനെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്, എന്നാലും അതാണ് എസ്തർ ചെയ്തത്. So that is the risk she did, and that risk paid off. So it's okay. We should also take such risks in life. അപ്പോൾ ആ വലിയൊരു റിസ്ക് ആണ് എസ്തർ എടുത്തത്, അതിന് ഫലവും ഉണ്ടായി. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ റിസ്കുകൾ എടുക്കേണ്ടതാണ്. In Esther 3:15-17, we read, the couriers went out hurriedly by order of the king, and the decree was issued that citadel in Susa, while the king and Haman sat on drink, the city of Susa was perplexed. Sorry, I read it wrong. Then Esther told them to reply to Mordecai, go gather all the Jews who are found in Susa and fast for me. Do not willing. Where did I go? Yeah. Can you read that? അതിന് എസ്തർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവേൻ. ഞാനും എന്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. See, she says, if I perish, I perish. She's willing to die. That is what she did. She took that brave risk. ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് എസ്തർ പറയുന്നു. അപ്പോൾ എസ്തർ നശിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി റിസ്ക് എടുക്കുവാൻ എസ്തർ തയ്യാറായിരുന്നു. അതാണ് അവൾ ചെയ്തത്. Because she knew she was not alone. She knew there was a God with her. She knew there were people with her. അത് കാരണം എസ്തർ അറിയായിരുന്നു, എസ്തർ ഒറ്റയ്ക്കല്ലായിരുന്നു. എസ്തറിന്റെ ആൾക്കാരും ദൈവവും തന്റെ കൂടെ ഉണ്ടെന്ന് എസ്തർ വിശ്വസിച്ചു. Now, if you look at Esther chapter 6, it looks like a very well thought out script. Because you see the king not able to sleep, and then he calls the people to read out the chronicles, and then they read out the chronicle which happened in Esther 2 and verse 21 about how Mordecai saved some people, the king, from being murdered, and then Haman walks in. അപ്പോൾ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന വളരെ മനോഹരമായി ഒരുക്കപ്പെട്ട ഒരു കഥ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജാവിന് ഉറക്കം വരുന്നില്ല. അപ്പോൾ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചപ്പോൾ മൊർദെഖായി തനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ കണ്ടു. മൊർദെഖായിക്ക് അപ്പോൾ തന്നെ ഹാമാൻ അകത്തേക്ക് വരുന്ന കാര്യങ്ങൾ നാം കാണുന്നു. You see how Haman wants to hurt Mordecai, and that's why he comes into the king's palace, but he receives instruction from the king saying, no, go honor, clothe Haman. അപ്പോൾ മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ഹാമാൻ ആഗ്രഹിച്ചുകൊണ്ട് രാജസന്നിധിയിലേക്ക് വരുമ്പോൾ രാജാവിന്റെ കയ്യിൽ നിന്ന് മൊർദെഖായിയെ ഉയർത്തുവാൻ, അവന്റെ ഉടുപ്പ് കൊടുത്ത് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുവാൻ വേണ്ടിയുള്ള ഒരു കൽപ്പന ലഭിക്കുന്നു. Who would have thought this? Who would have thought that this would happen? ഇത് നടക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കോ? ആരെങ്കിലും വിചാരിച്ചോ? Now we have Esther as the queen, but this didn't come from Esther. എസ്തർ രാജ്ഞിയുണ്ടെങ്കിലും ഇത് എസ്തറിൽ നിന്ന് വന്നതല്ല. Because she trusted in the Lord. Because Mordecai trusted in the Lord. Look at how things work out. എസ്തർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മൊർദെഖായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്ര മനോഹരമായ കാര്യങ്ങൾ സംഭവിച്ചത് നാം കാണുന്നു. Same thing can happen to us when we trust in the Lord and we go forward. God will use us. God will bless us. God will give us the strength to do things. ഇത് തന്നെയാണ് നമ്മുടെ അനുഭവം ആയി വരുന്നത്. കാരണം ദൈവത്തെ നാം ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ, നാം നമ്മുടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കാൻ നമുക്ക് ആവശ്യമായ കരുത്തും സഹായവും തരും. What does Philippians 4 and verse 13 say? I can do all things, not some things, not these things, not those things. All things who Christ who strengthens me. ഫിലിപ്പിയർ 4 എന്താണ് വായിക്കുന്നത്? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിലും മതിയാനാകുന്നു. So that strength comes from above, not from within. അപ്പോൾ ആ ശക്തി ഉള്ളിൽ നിന്നല്ല, മേലിൽ നിന്നാണ് വരുന്നത്. This is exactly what Esther and Mordecai had. ഇത് തന്നെയാണ് എസ്തറിനും മൊർദെഖായിക്കും ഉണ്ടായിരുന്നത്.
Now you see in Esther 7 on how Haman is hanged now. This same place where Haman wanted to hang Mordecai, there he is hung. ഇവിടെ എസ്റ്റർ 7 വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരിക്കൽ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂങ്ങുന്നതായി നമുക്ക് കാണാം. And Mordecai is promoted in chapter 8. 8-ാം അധ്യായത്തിൽ മൊർദെഖായിക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായി നമുക്ക് കാണാം. We opened the message by reading that scripture, how he became promoted. നാം ഈ മെസ്സേജ് തുടങ്ങിയത് ഈ എങ്ങനെയാണ് മൊർദെഖായി ആ സ്ഥാനക്കയറ്റം ലഭിച്ചതെന്ന് വായിച്ചുകൊണ്ടാണ്. See, if you start reading Esther 1, you see Mordecai as a person sitting outside the gate. You would not imagine him to be sitting in the second place of the king towards the end. നാം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മൊർദെഖായി ആ വാതിലിന് വെളിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് വായിക്കുന്നത്. ഒരിക്കലും ഇപ്പോൾ നാം വായിച്ച രാജാവിന്റെ രണ്ടാമനായി തീർന്ന സ്ഥാനത്തേക്കുള്ള കാര്യം അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്ന നാം വിശ്വസിക്കുകയില്ല. Why do you think he goes from being a nobody to second person in the kingdom? ആരുമില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ആ രാജ്യത്തിലെ രണ്ടാമനായി തീർന്നത് എന്തുകൊണ്ടാണ് നാം ചിന്തിച്ചിട്ടുണ്ടോ? Because he trusted in God. അതിന്റെ കാരണം എന്ത്? അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. He obeyed God. ദൈവത്തെ അനുസരിച്ചു. He prayed with God's people. ദൈവത്തിന്റെ മക്കളോട് കൂടെ പ്രാർത്ഥിച്ചു. And he still did what is right and what is good for the kingdom. രാജ്യത്തിന് വേണ്ടി ശരിയായതും നല്ലതുമായ കാര്യം താൻ ചെയ്തു. When he heard that Haman along with the king is going to kill his people, he did not decide to kill or he did not do anything bad to the king. ഹാമാനും തന്റെ ആൾക്കാരും തന്റെ ആൾക്കാരെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം രാജ്യത്തിനെതിരെ ഒന്നും ചെയ്തില്ല. When given a chance, he did something good for the king. ഒരു ആവശ്യം വന്നപ്പോൾ ഒരു അവസരം ലഭിച്ചപ്പോൾ മൊർദെഖായി രാജാവിനോട് നല്ല കാര്യങ്ങളാണ് ചെയ്തത്. What about us? We don't live in a very great society where we are being praised or where Christianity is being promoted. നമ്മുടെ കാര്യം അതുപോലെ തന്നെയാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നമ്മളെ വാഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയിലല്ല നാം ഇപ്പോൾ ഉള്ളത്. But we have to do what is our duty. എന്നാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. That is what God wants from us. That is why he called us. ദൈവത്തിന് അതാണ് ആവശ്യം. അതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. And that is why he saved us. That's why we are here. അതുകൊണ്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. So this is a very important story for us. ഇത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കഥയാണ്. Mordecai the Jew was second only to King Ahasuerus. മൊർദെഖായി രാജാവിന് രണ്ടാമനായിരുന്നു. This is the same story similar to Joseph. യോസേഫിന്റെ വളരെ സമാനമായ ഒരു കഥയാണ്. So I was thinking, why did God have to put similar stories like you have Joseph, you have Mordecai, all such stories in the Bible? അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ യോസേഫിന്റെയും മൊർദെഖായിയും പോലുള്ള ഇതുപോലെ സമാനമായ കഥകൾ എന്തിനാണ് ബൈബിളിൽ ചേർത്തത്? Because God wants us to always be reminded there is hope amidst hopelessness. അതിന്റെ കാരണം എന്നത് നാം നിരന്തരം ഓർമ്മിക്കണം, നമുക്ക് ഒട്ടും പ്രത്യാശയില്ലാത്ത സമയങ്ങളിലും നമുക്ക് ആശയ്ക്ക് വകയുണ്ട്. And we must make ourselves available to the Lord to be used. അതുമാത്രമല്ല, ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ തന്നെ നാം സമർപ്പിക്കണം. Let me end also with the story. ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ആയിരിക്കുന്നു. There was a small boy who wanted to be a judo star. ഒരു ജൂഡോ ബോക്സറായി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതൽ ഉണ്ടായിരുന്നു. And he kept training and he always wanted to be a judo star. അവൻ വളരെ ട്രെയിനിങ് ഒക്കെ ചെയ്തു, എപ്പോഴും ഒരു ജൂഡോ സ്റ്റാർ ആവണമെന്ന് ആഗ്രഹിച്ചു. And you know how difficult judo is because you have to use both your hands and your legs. So it was always training. And one day during his commute or while traveling towards his training, he had an accident and he loses his left arm. അപ്പോൾ അദ്ദേഹം വളരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണത്. ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും തന്റെ ലെഫ്റ്റ് കൈ അത് നഷ്ടപ്പെടുകയും ചെയ്തു. And then he began to feel very sad because now he cannot fight anymore. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നിരാശയുണ്ടായി, തനിക്ക് ഇനി ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ടു. And he was very saddened and he still tried but he cannot because his one arm is missing. ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് അവൻ ശ്രമിച്ചിട്ടും അവൻ പരാജയപ്പെട്ടു. So there was one judo coach who heard about this boy and who also heard that he has no arm, and he travels from far away to meet the boy. അപ്പോൾ ഒരു ജൂഡോ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ പൈതലിനെ കുറിച്ച് കേൾക്കുകയും തന്റെ കൈപോയ കാര്യം അറിഞ്ഞിട്ട് വളരെ ദൂരത്തുനിന്ന് ഈ പൈതലിനെ കാണാൻ വന്നു. So then he told the boy, I will teach you judo, I will coach you, I will make you a star, but you have to enter in my name for the championship. അപ്പോൾ ആ വ്യക്തി പറയുകയുണ്ടായി, ഞാൻ നിന്നെ പരിശീലിപ്പിച്ച് ഒരു ജൂഡോ സ്റ്റാറാക്കി തീർക്കാം, നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം, പക്ഷെ നീ അവിടെ
അത് കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ എന്റെ പേരിൽ ഇറങ്ങണം. So the boy said, "No, master, you are a very reputed person. Why will you risk it?" അപ്പോൾ ബദൽ പറഞ്ഞു, ഇല്ല മാസ്റ്റർ, ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം താങ്കൾ എന്തിനാണ് ഈ റിസ്ക് എന്നിൽ എടുക്കുന്നതെന്ന് ചോദിച്ചു. So then the master said, "It's okay. This is my decision, but I want you to train under me." മാസ്റ്റർ പറഞ്ഞു, ഇല്ല, ഇതെന്റെ തീരുമാനമാണ്, നീ എന്റെ കീഴിൽ ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. So they began to train. അവർ ട്രെയിൻ തുടർന്നു. And after a few years, he enters the championship. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം താനൊരു കോമ്പറ്റീഷനിൽ പ്രവേശിച്ചു. And he won the championship. ആ മത്സരം പൈതൽ ജയിച്ചു. So then the boy, when he was rewarded the gold medal, he was crying. അപ്പോൾ ആ പൈതലിന് ആ സ്വർണ്ണ മെഡൽ ലഭിച്ചപ്പോൾ കരയുണ്ടായി. And then he asked the master, "How did you know I will win?" എന്നിട്ട് മാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ജയിക്കുമെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. Then he said, "I taught you the most difficult tactics in judo, where the only defense for the opponent is to grab your left arm." ഞാൻ ഏറ്റവും പാടുള്ള ആ ടെക്നിക്കാണ് പഠിച്ചത്. അത് ആ ടെക്നിക്കിന്റെ ഇതെന്നത് ആ ഒപ്പോണന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രതിരോധത്തിന്റെ കാര്യം എന്നത് ലെഫ്റ്റ് ആം പിടിക്കുക എന്നതായിരുന്നു. But since you don't have it, the opponent has no chance, so the only way is for you to win. അപ്പോൾ നിനക്കത് ആ ലെഫ്റ്റ് ആം ഇല്ലാത്തത് കൊണ്ട് ഒപ്പോണന്റിനെ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നീ ജയിച്ചു. See, that is the story which we have to work on. We might feel like I have no left arm, I'm useless. ഇത് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം, നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല, നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്ന് നാം ചിന്തിക്കാം. Sometimes we might feel we see the Dibin, Sam, VG standing here translating, singing, whatever, but we might feel, I can't do any of those things. നമുക്ക് അതുപോലെ ചിന്തിക്കാം. ചിലപ്പോൾ ഡിബൻ സാം വിജയൊക്കെ ഇവിടുന്ന് പാട്ടുപാടുകയും ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അയ്യോ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നാം പറഞ്ഞ് നിരാശപ്പെടാം. I can't tell stories or memory verses like Jayaprakash and Edison. എനിക്ക് ജയപ്രകാശ് എഡിസൺ പറയുന്ന പോലെ മെമ്മറി വേഴ്സസും കഥകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. I'm not able to memorize things. My brain doesn't work. എന്റെ ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കാം. But it's okay. There are other things we can do. എന്നാൽ അത് കുഴപ്പമില്ല, കാരണം നമുക്ക് മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. Just make ourselves available to God. ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ അതിനുവേണ്ടി റെഡി ആയി സമർപ്പിച്ചു കൊടുത്താൽ മതി. The heart is what is important. ഹൃദയമാണ് പ്രധാനമുള്ള കാര്യം. As long as we have the heart, then we can do anything. ഹൃദയം നാം തയ്യാറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. See, I want to comment Panapacha as well. പനപ്പച്ചനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He can say, my leg is hurt, I want to sit at home. Yeah, it's true, it's valid. He can sit at home. വേണമെങ്കിൽ പറയാം, എന്റെ കാലിൽ വയ്യാതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വേണമെങ്കിൽ ഇരിക്കാം. No, nobody will fault him. അതിനെപ്പറ്റി ആരും കുറ്റം പറയുകയില്ല, കാരണം അത് കാര്യമുള്ള കാര്യം തന്നെയാണ്. But the heart is important. എന്നാൽ ഹൃദയമാണ് അവിടെ പ്രധാനം. So let us have that heart, the same heart which Mordecai had. മൊർദെഖായിക്കുള്ള പോലെ ആ ഒരു ഹൃദയം, ആ ഒരു ഒരുക്കം നമുക്കുണ്ടാകട്ടെ. Let us be available for God to use His name and glorify. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരു സമർപ്പിക്കാം. ദൈവത്തിൽ വലിയ നാമത്തോട് മാറട്ടെ. Thank you.